ഞാനും അരവിന്ദ് സാറും കൂടിയിട്ട് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മളെ കണ്ണൂരുള്ള പയ്യമ്പലം ബീച്ചിലാണ് കേട്ടോ. നമ്മൾ മാപ്പ് വെച്ചിട്ടാണ് നടന്നു പോകുന്നത്. നടവഴിയായ കാരണം തന്നെ പല കുറുക്ക് വഴിയും മാപ്പ് കാണിച്ചിട്ടുണ്ട്. എന്തായാലും അവസാനം നമ്മൾ പയ്യമ്പലം ബീച്ചിലെത്തും. അവിടെ എത്തിയതിനു ശേഷം ബാക്കി കാണാം. ഇതാ കടലിനോട് സമാന്തരമായി പോകുന്ന ഒരു പാത കാണാം നമുക്ക്. യെസ്, അങ്ങനെ നമ്മൾ കയറി ഗൈസ്. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നുണ്ട്, ഡേഞ്ചർ ഏരിയ, ഇവിടെ കുളിക്കുന്നത് അപകടമെന്ന്. കാരണം കടൽ ഇത്തിരി പ്രക്ഷുബ്ധമാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടാവും. എന്തായാലും ഞങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട് ഇടാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ണൂർ കോട്ട പോയപ്പോഴും ഇപ്പൊ പയ്യാമ്പലം ബീച്ചിലെത്തിയപ്പോഴും നല്ല സാഹചര്യമാണ്, നല്ല കാലാവസ്ഥയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. മഴ ഇല്ല, വെയിലില്ല, നല്ല കാറ്റുണ്ട്. പിന്നെ ഇതാ നമുക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇരിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അവിടെ ഇരിപ്പിടങ്ങളുണ്ട്, നല്ല തണലിന് വേണ്ടിയിട്ട് ബദാമിന്റെ ആ ചെറിയ മരങ്ങളുണ്ട്. പിന്നെ അങ്ങോട്ട് കുറച്ച് മാറിയിട്ട് ചെറിയൊരു പുലിമുട്ട് പോലെ, അതായത് കടലിലേക്ക് കുറച്ച് കല്ലിട്ടിട്ട് നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കാം. ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അധികം നമുക്ക് അങ്ങോട്ട് നടക്കാനില്ല, കുറച്ച് ദൂരെ നടക്കാനുള്ളൂ. എന്തായാലും പക്ഷെ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം, അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതെ, അങ്ങനെ ഞങ്ങളിതാ നടന്ന് പുലിമുട്ടിന്റെ എൻട്രിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പുലിമുട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, അപകട മേഖല, പുലിമുട്ടിൽ പൊതുജനങ്ങൾ പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. എന്നിട്ട് അവിടെ ആളുകളൊക്കെ അവിടെ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട്. അപ്പുറത്ത് നോക്ക്, നല്ല ചെറിയൊരു കായൽ, ഏതോ ഒരു കായലാന്ന് തോന്നുന്നുണ്ട്, അത് വന്ന് ചേരുന്നൊരു ഭാഗമാണ്. അപ്പുറത്ത് കടലും. അപ്പൊ ഞാനും അരവിന്ദ് സാറും കൂടിയിട്ട് മെല്ലെ അങ്ങോട്ടൊന്ന് പോയി നോക്കുകയാണ്. എവിടം വരെ പോകാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാം. ഇപ്പൊ ഞങ്ങൾ ഏകദേശം പുലിമുട്ടിന്റെ പകുതി എത്തിയിട്ടുണ്ട് കേട്ടാ. നമ്മൾ കയറിയത് ആ ഭാഗത്തു നിന്നാണ്. അവിടുന്ന് നടന്നത് ഏകദേശം പകുതി എത്തിയപ്പോ ഇങ്ങനത്തെ ഒരു ബോർഡ് നമുക്ക് കിട്ടി, ഈ പുലിമുട്ടിന്റെ മുകളിലൂടെ നടക്കുന്നത് അപകടകരമാണ്. കടൽ ഇത്തിരി പ്രക്ഷുബ്ധമാണെങ്കിലും വല്ലാണ്ട് പ്രശ്നങ്ങളില്ലാന്നാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ പിന്നെയും മുന്നോട്ട് തന്നെ നടക്കുകയാണ്. അപ്പൊ ആ കാണുന്നതാണ് നമ്മളെ പുലിമുട്ടിന്റെ എൻഡ്. പക്ഷെ നമ്മൾ അവിടെ പോയി നിന്നു, വീഡിയോ എടുത്തില്ല. കാരണം വെച്ചാൽ അവിടെ നല്ല തിരടിക്കുന്നുണ്ട്, വെള്ളം ആവുന്നുണ്ട്. മൊബൈലിൽ എനിക്ക് ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വഴിക്ക് പോയിട്ടില്ല. പിന്നെ അത്യാവശ്യം തിര കൂടി വരുന്നുണ്ട്, വേലിയേറ്റത്തിന് സമയമായി തുടങ്ങിയെന്ന് തോന്നുന്നു. നമുക്കിതാ അകലെ കുറച്ചകലിയിട്ട് ഒരു ലൈറ്റ് ഹൗസ് കാണാം. പിന്നെ നമ്മൾ ഇന്നലെ കോട്ടയം അവിടെ പോയപ്പോൾ കടലിൻ്റെ അടുത്ത് കണ്ട ചരലിൻ്റെ തിട്ടകൾ, മൺതിട്ടകൾ അവിടെ കിടക്കുന്നത് കാണാം. അതുമല്ലൊക്കെ നല്ല പോലെ തിരടിക്കുന്നുണ്ട്. അങ്ങനെ പുലിമുട്ടിൻ്റെ മുകളിലൂടെയുള്ള സാഹസിക യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ മെല്ലെ കടലിൻ്റെ തീരത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഏതായാലും ഞങ്ങൾ കടലിൻ്റെ അവിടേക്ക് പോകുന്നില്ല. കാരണം ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മളിവിടെ നടക്കാനുള്ള ഒരു നടപ്പാത ഉണ്ട്, അതിൽ കൂടെ മെല്ലെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പം നേരത്തെ ഞാൻ നടപ്പാത എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതൊന്നും കാണിച്ചു തന്നില്ല. ഇതാണ് നടപ്പാത. ഇതിൻ്റെ രണ്ട് വശങ്ങളിലും നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. തണലിന് വേണ്ടിയിട്ട് അവിടെ ബദാം മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടാ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ നടന്നിട്ടാണ്. കാൽടാക്സിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു, ഏകദേശം 2.5 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അങ്ങനെ തിരിച്ചു പോകാൻ ബസ് ഉണ്ടോ എന്ന് ഇവിടെ അന്വേഷിച്ചപ്പോൾ, ഒരു കടയിൽ അന്വേഷിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിക്കണം ഞങ്ങളോട്. ഇവിടെ വരാൻ നടന്നു വന്ന ഞങ്ങളോട് ഓട്ടോറിക്ഷ വിളിക്കാൻ. ശരി, അപ്പോൾ ഇവിടുന്ന് ബസ്സില്ല. അപ്പം ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് നടക്കാനാണ് ഗൈസ്. അത് കഴിഞ്ഞാൽ നേരെ അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് പയ്യമ്പലം ബീച്ചിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. എല്ലാവരും വരിക, കണ്ടാസ്വദിക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വിടാം.